ഭാവിച്ച് ഇങ്ങോട്ട് കയറി വന്നത്? എന്റെ ജീവിതം തകർത്തത് നീയാ. ഇനി എന്റെ മകളുടെ ജീവിതം കൂടി ഇല്ലാണ്ടാക്കണോ നിനക്ക്? മാഡത്തിന്റെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. മാഡം എന്നോട് കാണിച്ച സ്നേഹവും കാരുണ്യവും ഒക്കെ ഞാൻ മറന്നിട്ടുമില്ല. എന്നോടുള്ള ദേഷ്യത്തിന് എന്റെ മകളെ എന്തിനാ ശിക്ഷിച്ചത്? ഇപ്പൊ പോലും അവളുടെ മരണം ആഘോഷിക്കാനല്ലേ ഈ വന്ന് നിൽക്കുന്നത്. നീ കൂടുതൽ സംസാരിക്കണ്ട, പെട്ടെന്ന് പോവാൻ നോക്ക്. ഇല്ല മാഡം, ഞാൻ എന്റെ മകളെയും അവളുടെ ഭർത്താവിനെയും കാണാൻ വന്നത്. അതൊരു അമ്മയുടെ അവകാശം. പിടിച്ച് പുറത്താക്കാൻ എനിക്കറിയാം. ഈ ഒരു സാഹചര്യത്തിലല്ലായിരുന്നെങ്കിൽ സിതാര ശ്രീനിവാസിനോട് ഈ ഒരു അഹങ്കാരം കാണിക്കുന്ന നിന്നെ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നെന്ന് അറിയാലോ. എന്താ രണ്ടുപേരും കൂടി മാറി നിന്നത്? ഇപ്പോ ഞങ്ങൾ തമ്മില് വളരെ കുറച്ച് മാത്രമല്ലേ കാണാറുള്ളൂ. വിശേഷങ്ങൾ ചോദിക്കായിരുന്നു. ആയിക്കോട്ടെ, പക്ഷെ രണ്ടുപേർക്കും ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് സംസാരിക്കാം. സിതാര വരൂ, വരൂ തങ്കം, വരൂ. താൻ എന്നോടൊപ്പം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ. സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ബർത്ത്ഡേ. ആ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നോട് തനിക്ക് പറയാനുള്ളതൊക്കെ അതിലുണ്ട്. തൻ്റെ മനസ്സിലെ പ്രണയം പരിപൂർണമായി എനിക്ക് കൈമാറിയ ഫീലായിരുന്നു. ഓഫ് കോഴ്സ് സിതാര മാഡത്തിൻ്റെ ഗിഫ്റ്റ് വിലപിടിച്ചതാണ്. പക്ഷേ എൻ്റെ മനസ്സിനെ തൊട്ടത് തൻ്റെ ആ ക്യൂട്ട് പ്രസന്റ് ആയിരുന്നു. എന്തോന്നും മിണ്ടാൻ നിൽക്കുന്നേ? അത് ഞാനെന്ത് പറയാനാ? എടോ, എന്നോടൊരു ആശംസ പോലും പറഞ്ഞില്ലല്ലോ. അതിനി പ്രത്യേകിച്ച് പറയണോ? വേണം. മറ്റാരിൽ നിന്നും കേൾക്കുന്ന പോലെ അല്ലല്ലോ തൻ്റെ നാവിൽ നിന്ന് കേൾക്കുന്നത്. എന്നും എപ്പോഴും നവീൻ സന്തോഷായിരിക്കട്ടെ. എന്റെ ആശംസകൾ. താങ്ക് യു. അതെ, അവിടെ എല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുവോ? നിങ്ങളുടെ ഈ ഒളിച്ചും പാത്തുള്ള പ്രേമം ഉണ്ടല്ലോ, അത് കുറച്ചു കഴിഞ്ഞു ആവാന്നേ. താനൊന്ന് പോടും. ഓ ശരി. കഥ തവ മാഡം കുറച്ചു മതി. അത് മതി. അമ്മാവാ ഇച്ചിരി കറിയും കുഴിച്ച്. കുറച്ചും കൂടി വെക്കട്ടെ. കഴിക്കണം. ഇത്തിരി മതി കേട്ടോ. കീർത്തി, നിനക്കിതൊന്നും എടുത്ത് വിളമ്പാൻ അറിഞ്ഞൂടെ? എടുത്ത് വിളമ്പി കൊടുക്കാൻ. ഇങ്ങോട്ട് വരൂ. വാ, വന്നിവിടെ ഇരിക്കൂ. വാ. അവിടേക്ക് ഇരിക്കും. മോളെ, അമ്മ പിടിച്ചിരുത്ത്. ഇരിക്കാമേ. ഇരിക്കാമേ.
മോളെ ഇതാ അമ്മയ്ക്ക് വിളമ്പോ. ദേ, മോളെ നീ ഇരിക്കേ, നവീന്റെ അടുത്തിരിക്കേ. നീ ഇരുന്നോ. കുറച്ചുകൂടെ ഒഴിക്കട്ടെ നിന്നിട്ട്. മതി മതി മതി. അമ്മോ ഇത്തിരി മോരിങ് ഒഴിച്ച്. കീർത്തി കുറച്ച്. ദേ ഇതവിടെ തങ്കത്തിന് വിളമ്പി കൊടുത്തേ. ദാ തങ്കത്തിന് അങ്ങോട്ട് കൊടുക്ക്. ഓ, മതി മതി. നവീൻ കറി കുറച്ചുകൂടെ എടുക്കട്ടെ. സിതാരയ്ക്ക് എന്തെങ്കിലും മതി. നീ ഇരിക്കുന്നില്ലേ? ഏയ് എല്ലാരും കൂടി ഇരുന്നാ ശരിയാവില്ല നന്ദേട്ടാ. നവീൻ സാറേ, ഇത്തവണ എന്തായാലും നമ്മള് ബർത്ത്ഡേ പാർട്ടി സിമ്പിൾ ആക്കി. അടുത്ത തവണ ഇതിന്റെ പരിക്ക് തീർത്തിട്ടേ നമുക്കൊന്ന് കൊഴിപ്പിക്കണം. തീർച്ചയായും മണിക്കുഞ്ഞ്, അടുത്ത തവണ നമ്മൾ ഗംഭീരമാക്കും. ആ പിന്നെ അല്ലാതെ. പിന്നെ അമ്മേ, ഈ ദിവസം ഓർമ്മ വയ്ക്കണം കേട്ടോ. അടുത്ത തവണ എന്റെ ബർത്ത്ഡേക്ക് നിർബന്ധമായും അമ്മ പങ്കെടുക്കണം. അതിനെന്താ മോനെ?